ജിൻഡോ ഒരു നിഷ്കളങ്കനാണ്, ശുദ്ധനാണ്, ജിൻഡോയെ പറ്റിക്കാൻ എളുപ്പമാണ്. രതീഷ് മനോഹരമായി പറ്റിച്ച് വളച്ചൊടിച്ച് തന്റെ കയ്യിൽ വെച്ചിരുന്നായിരുന്നു ജിൻഡോയെ മുന്നിൽ നിർത്തി തന്റെ ആക്രമണം നടത്താനായിരുന്നു രതീഷ് പ്ലാൻ ഇട്ടിരുന്നത്. സാധാരണഗതിയിൽ രതീഷ് അല്ല പുറത്താവേണ്ടിയിരുന്നത്. കാരണം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കക്ഷി കണ്ടന്റ് കൊടുക്കുന്നുണ്ടായിരുന്നു, ആ ബിഗ് ബോസ് ഹൗസിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഹലോ, അവർ വേദനിക്കുന്ന കോടീശ്വരനെ അടുത്ത് കാണാൻ കിട്ടിയ സന്തോഷത്തിലാണ് ബിഗ് ബോസ് ഹൗസിലെ വീട്ടുകാർ. അഴകിയ രാവണനിൽ മമ്മൂക്ക സ്ക്രീനിലാണ് അത് അവതരിപ്പിച്ചതെങ്കിൽ ഇപ്പൊ നേരിട്ട് കാണുകയാണ് ബിഗ് ബോസ് ഹൗസിലെ വീട്ടുകാരും, അത് കാണുന്ന നമ്മളും. 7000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്, 1200 സ്ക്വയർ ഫീറ്റിന്റെ ബെഡ്റൂം, സ്വിമ്മിംഗ് പൂൾ, 4 കാറ്, 7 ബൈക്ക്. പാവം റോക്കി കഷ്ടപ്പെടുകയാണ് ഇതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. കക്ഷി ഇതെല്ലാം തള്ളിയിട്ട് പറയുന്നത് ഇതെല്ലാം മോട്ടിവേഷൻ ആണ് എന്നാണ്. അഴകിയ രാവണനിൽ മമ്മൂക്കയും നാട്ടുകാർക്ക് മോട്ടിവേഷൻ കൊടുക്കുമായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും റോക്കിയാണ് താരം. റോക്കി ഇതിനിടെ പറയുന്നുണ്ടായിരുന്നു താൻ സത്യസന്ധമായിട്ട് ഓണസ്റ്റ് ആയിട്ടാണ് കളിക്കുന്നത്. ഇതിനു മുമ്പ് ക്യാപ്റ്റൻസി ടാസ്കിൽ സിജോയോട് ചേർന്ന് കളിച്ചതും ഓണസ്റ്റിയാണ്. എന്നാൽ സ്വന്തമായിട്ട് കളിച്ച അർജുൻ ശ്യാം ഓണസ്റ്റ് അല്ല, ഒട്ടും കുതന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെയാണ് റോക്കിയുടെ കണ്ടുപിടുത്തം. റോക്കി ഇന്നലെ പറഞ്ഞ കഥയിൽ, അതായത് ഇതിനു മുമ്പ് സിജോ ഈ കാര്യം പറഞ്ഞപ്പോൾ സിജോ പറഞ്ഞത് റോക്കി വന്ന് ആവശ്യപ്പെട്ടു നമുക്ക് ഒരുമിച്ച് കളിക്കാം എന്നാണ്. പക്ഷെ ഇന്നലെ റോക്കി പറഞ്ഞപ്പോൾ ആ കഥയിൽ ചെറിയൊരു മാറ്റമുണ്ടായി. ഇന്നലെ റോക്കി പറഞ്ഞത് സിജോ അയാളോട് വന്ന് ചോദിച്ചു നമുക്ക് ഒരുമിച്ച് കളിച്ചാലോ. അപ്പൊ ഇയാൾ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് കളിക്കാം, പക്ഷേ എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ, ഞാനായിരിക്കും ക്യാപ്റ്റൻ. സിജോയെ സമ്മതിച്ചു. അസിസ്റ്റന്റ് ആയിട്ട് നിന്നെങ്കിലും പവർ റൂമിലേക്ക് കയറാമല്ലോ, സിജോ അല്ലേ ആള്, അവിടെ നിന്ന് അടുത്ത പരിപാടി സിജോ ഒപ്പിക്കും, അത് വേറെ കാര്യം. എന്തായാലും കളിയിൽ പണി കിട്ടി, ക്യാപ്റ്റൻസി കിട്ടിയതുമില്ല. അങ്ങനെ ആകെ വിഷമത്തിലിരിക്കുമ്പോഴാണ് ഇന്നലെ അടുത്ത ക്യാപ്റ്റൻസി ടാസ്ക് വന്നത്. അതിൽ മത്സരിക്കുന്നത് അപ്സര, സിജോ, രശ്മിൻ ബായ്. അപ്പോൾ സിജോ നമ്മുടെ ചങ്കാണ്, സിജോയെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് റോക്കി പിന്നെയും ഒരു ചെറിയ കളി കളിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ കണ്ടു കാണും, സിജോ ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞു അപ്സരയെ കൊണ്ടൊന്നും നടക്കില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്സരയെ ഇമോഷണലി ഡൗൺ ആക്കാൻ ശ്രമിച്ചു, ഒരു സൈക്കോളജിക്കൽ കളി. ഈ കളി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഓസ്ട്രേലിയ ഇന്ത്യ ക്രിക്കറ്റ് മാച്ചിന് മുമ്പ് ഓസ്ട്രേലിയ എപ്പോഴും നടത്തുന്ന പരിപാടിയാണിത്. ഓസ്ട്രേലിയ എപ്പോൾ ക്രിക്കറ്റ് മാച്ച് ഉണ്ടെങ്കിലും അതിന് മുമ്പ് പറയും വിരാട് കോഹ്ലി ഇങ്ങനെ ഔട്ടാവും, ടെണ്ടുൽക്കർ അങ്ങനെ ഔട്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇമോഷണലി ഇന്ത്യ ഒന്ന് ഡൗൺ ആക്കാനുള്ള ശ്രമം നടത്തും. നമ്മൾ കുറച്ച് സെൻസിറ്റിവിറ്റി കൂടിയ ആൾക്കാരാണ്, നമ്മൾ കൂടുതൽ സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഓസ്ട്രേലിയയുടെ ഈ കളി നടക്കാതിരുന്നത് ധോണിയെടുത്ത് മാത്രമാണ്. ധോണി അങ്ങനെ ഒന്നും സെൻസിറ്റീവ് അല്ലായിരുന്നു, ആ മാർക്കുള്ള പണി ധോണി കൊടുക്കുമായിരുന്നു. അതിനുശേഷം ഇന്നലെ അപ്സരയാണ് കണ്ടത്. അപ്സര കൂളായിട്ട് മത്സരിച്ചു, ജയിക്കുകയും ചെയ്തു. സിജോ കുറച്ച് ഓവർ കോൺഫിഡന്റ് ആണോ എന്നൊരു സംശയം ഇല്ലാതില്ല. എന്തായാലും ഓവർ കോൺഫിഡന്റ് ആയാലും അണ്ടർ കോൺഫിഡന്റ് ആയാലും കളികളിൽ, ബിഗ് ബോസിലെ കളികളിൽ ട്വിസ്റ്റ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇന്നലെയും ട്വിസ്റ്റ് സംഭവിച്ചു, അപ്സര ജയിച്ചു. അതിനു മുമ്പ് ആര് ജയിക്കുമെന്ന് നമ്മുടെ രതീഷ് കുമാറിനോട് ചോദിച്ചപ്പോൾ രതീഷ് പറഞ്ഞത് ആണായത് കൊണ്ട് സിജോ ജയിക്കുമെന്നാണ്. അപ്പോൾ ലാലേട്ടൻ എടുത്തു ചോദിച്ചു ആണായത് കൊണ്ടോ? അപ്പോൾ കക്ഷിയുടെ സ്ഥിരം ഉരുളൽ പരിപാടി നടത്തി രതീഷ് കുമാർ. ഉരുളൽ ശീലമുള്ളതുകൊണ്ടും ഉളുപ്പില്ലായ്മ അത്യധികം ഉള്ളതുകൊണ്ടും കക്ഷിക്ക് യാതൊരു പ്രശ്നവുമില്ല. കക്ഷി അതിനെ തിരുത്തി വേറെന്തൊക്കെ ആക്കാനുള്ള ശ്രമം നടത്തി. ആയോ ഇല്ലയോ എന്ന് കക്ഷിക്കും അറിയില്ല, കൂടെയുള്ളവർക്കും അറിയില്ല. എന്നാലും നമുക്ക് മനസ്സിലായി കക്ഷി ഉദ്ദേശിച്ചത് ആണായത് കൊണ്ട് കൂടുതൽ ശക്തി ഉണ്ടാവും, ഇത്തരം കളികളിൽ നിഷ്പ്രയാസം പെണ്ണുങ്ങളെ തോൽപ്പിക്കുമെന്നാണ്. എന്തായാലും കളി അതിൻ്റെതായ രീതിയിൽ നടന്നു, അപ്സര ജയിച്ചു, ക്യാപ്റ്റനുമായി. റോക്കി ബായ് ഉദ്ദേശിച്ച കാര്യം നടന്നുമില്ല. റോക്കി ബായിക്ക് സിജോ ക്യാപ്റ്റനായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാവുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തായാലും സിജോ ക്യാപ്റ്റനുമായില്ല, റോക്കി ബായിക്ക് അതിന്റെ അസിസ്റ്റന്റായി പവർ റൂമിൽ കയറാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗുണങ്ങൾ നേടാനോ ഉള്ള അവസരം ഇല്ലാതായി. എന്തായാലും പ്രേക്ഷകരുടെ മനമറിഞ്ഞിട്ടതുപോലെ ചൊറിയനടക്കം 3 അവാർഡുകളാണ് രതീഷിന് ബിഗ് ബോസ് ഹൗസ് അംഗങ്ങൾ കൊടുത്തത്. എല്ലാ അവാർഡും ആപ്റ്റായിരുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ അവിടെ രസികൻ എന്ന അവാർഡ് സുരേഷ് മേനോന് കൊടുത്തത് ശരിയാണോ എന്നാണ് എനിക്ക് സംശയം. അദ്ദേഹം അവരെ രസിപ്പിക്കുന്നുണ്ട് എന്നത് സത്യമാണ്, പക്ഷേ പ്രേക്ഷകരെ സംബന്ധിച്ച് അയാൾ അരസികനാണ്. അയാൾ നമ്മളെ അത്ര രസിപ്പിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാഷയിലുള്ള പ്രശ്നവും മലയാളം ഭാഷ അറിയാത്തതിന്റെ പ്രശ്നവും അവിടെ തടസ്സമായി നിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ സുരേഷ് മേനോനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് ഹൗസിൽ നമ്മൾക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആണ് സുരേഷ്. പിന്നെ 2 പേരുള്ളത് നിഷാനയും നോറയുമാണ്. നിഷാന അവിടെ ഉണ്ടെന്ന് എഴുതി കാണിച്ചാലേ നമുക്ക് മനസ്സിലാവൂ, അല്ലെങ്കിൽ ക്യാമറ ഇടയ്ക്കൊക്കെ നിഷാന അടുത്തോട്ട് ദയ തോന്നി പോകുമ്പോൾ മാത്രമാണ് നിഷാന ആ വീട്ടിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നോറ അവിടെ ഉണ്ടെന്ന് മനസ്സിലാവണമെങ്കിൽ ആരെങ്കിലും നോറയായിട്ട് പോയി വഴക്കുണ്ടാക്കണം. അങ്ങനെ അപ്പോൾ നോറ പ്രശ്നമുണ്ടാക്കും, കരയും, സെൻസിറ്റിവിറ്റിയെ പറ്റി പറയും, സെന്റിമെന്റൽ ആണ് എന്നതിനെ പറ്റി പറയും, താൻ എങ്ങനെ ഇമോഷണൽ വീക്ക് അല്ല എന്നും ഇമോഷണലി സ്ട്രോങ് ആണെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ
അപ്പോഴാണ് കക്ഷിക്ക് വിളിച്ചു പറയാൻ തോന്നുന്നത്. എന്തായാലും അപ്പോഴാണ് നോറ അവിടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിയുന്നത്. ഇങ്ങനെ ഈ 3 പേർ സൈലന്റ് ആയിട്ട് അവിടെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരിൽ 3 പേരിൽ ഒരാൾ പുറത്താവുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ആഗ്രഹം രതീഷ് പുറത്താവണമെന്നായിരുന്നു. എന്തായാലും രതീഷ് പുറത്തായി. രതീഷ് പുറത്തായത് ബിഗ് ബോസ് ഹൗസിന് ഗുണമാണോ ദോഷമാണോ എന്ന് ഈ ആഴ്ച അറിയാം. സാധാരണഗതിയിൽ രതീഷ് അല്ല പുറത്താവേണ്ടിയിരുന്നത്. കാരണം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കക്ഷി കണ്ടന്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ബിഗ് ബോസ് ഹൗസിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. സത്യമാണ്, അയാൾ ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറാണ്. നമുക്കും ഇറിറ്റേഷൻ ആണ്, ബിഗ് ബോസ് ഹൗസിൽ ഉള്ളവർക്കും ഇറിറ്റേഷൻ ആണ്. ബിഗ് ബോസ് ഹൗസിൽ ഉള്ളവർക്ക് ഇറിറ്റേഷൻ ആവുന്നത് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. കാരണം അവിടെ ഇറിറ്റേഷൻ ആണ് ബിഗ് ബോസിനും വേണ്ടത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പലരും അയാൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് വീക്കിൽ എവിക്ഷനിൽ വരേണ്ടത് രതീഷ് ആണെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. ഞാൻ അങ്ങനെയായിരുന്നു മുമ്പും പ്രെഡിക്റ്റ് ചെയ്തിരുന്നത്. കാരണം സുരേഷ് മേനോൻ അല്ലെങ്കിൽ നോറ, അതുമല്ലെങ്കിൽ നിഷാന, ഇവർ 3 പേരിൽ ഒരാൾക്കായിരുന്നു ചാൻസ് കൂടുതലുള്ളത്. കാരണം ഇവർ 3 പേർക്കും വോട്ട് കിട്ടാൻ ചാൻസ് കുറവാണ്. അവർ 3 പേരെയും പ്രേക്ഷകർ എത്ര അധികം കണ്ടു എന്ന് ഉറപ്പില്ല. ചിലപ്പോൾ രതീഷിനെ പുറത്താക്കിയത് മറ്റു ചില കാരണങ്ങൾ കൊണ്ടാവാം. അതല്ലെങ്കിൽ അയാളെ സീക്രട്ട് റൂമിലേക്ക് മാറ്റാനും വളരെയധികം സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം ഇനിയുള്ള ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിൽ ചലനങ്ങൾ ഇല്ല എങ്കിൽ അയാളെ തിരികെ കൊണ്ടുവരാം. അതല്ലെങ്കിൽ അതുപോലെ വേറെ ആരെങ്കിലും വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടോ മറ്റോ കൊണ്ടുവരാനും ചാലഞ്ചറായിട്ടോ ഒക്കെ കൊണ്ടുവരാനും സാധ്യതയുണ്ട്. കാരണം ഈ ഒരാഴ്ച രതീഷ് ആയിരുന്നു ബിഗ് ബോസ് ഹൗസിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതായത് എന്ത് ഇഷ്യൂ വന്നാലും അവിടെയുള്ള ചർച്ചകളെല്ലാം അല്ലെങ്കിൽ അവിടെയുള്ള വഴക്കുകളെല്ലാം അവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം ഈ രതീഷിന്റെ മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. രതീഷ് മൂലമായിരുന്നു സാധാരണഗതിയിൽ ഉണ്ടായിരുന്നത്. ഈ ആഴ്ച ചലനങ്ങളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കോൺട്രവേഴ്സീസോ ഒന്നും ഉണ്ടായില്ലെങ്കിൽ ബിഗ് ബോസിന് രതീഷിനെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ കൊണ്ടുവരേണ്ടി വരും. പക്ഷെ രതീഷിനെ കൊണ്ടുവരുന്നതിനോട് പ്രേക്ഷകർ യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ രതീഷ് പോയതിൽ വിഷമിച്ച ഒരേ ഒരാൾ ജിൻഡോ ആണ്. ജിൻഡോ നിഷ്കളങ്കനാണ്. ജിൻഡോയ്ക്ക് മണ്ടൻ എന്നൊരു അവാർഡ് കൂടി കിട്ടി. മണ്ടൻ, കുംഭകർണൻ എന്നീ 2 അവാർഡുകളാണ് ജിൻഡോയ്ക്ക് കിട്ടിയത്. ജിൻഡോ ഒരു നിഷ്കളങ്കനാണ്, ശുദ്ധനാണ്. ജിൻഡോയെ പറ്റിക്കാൻ എളുപ്പമാണ്. രതീഷ് മനോഹരമായി പറ്റിച്ച് വളച്ചൊടിച്ച് തന്റെ കയ്യിൽ വെച്ചിരുന്നായിരുന്നു ജിൻഡോയെ മുന്നിൽ നിർത്തി തന്റെ ആക്രമണം നടത്താനായിരുന്നു രതീഷ് പ്ലാൻ ഇട്ടിരുന്നത്. ജിൻഡോയ്ക്ക് പിരികേറ്റി കൊടുത്താൽ മതി, ജിൻഡോ പോയി വഴക്കുണ്ടാക്കിക്കൊള്ളും. ചിന്തിച്ചല്ല അദ്ദേഹം പല കാര്യങ്ങളും പ്രവർത്തിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തായാലും അതിനുള്ള അവസരം രതീഷിന് തൽക്കാലമില്ല. രതീഷിന് പുറത്തു പോകേണ്ടി വന്നു. ചിലപ്പോൾ സുരേഷുമായിട്ടുള്ള ഇഷ്യൂസിന്റെ പുറത്തായിരിക്കാം ബിഗ് ബോസ് ചിലപ്പോൾ രതീഷിനെ പുറത്താക്കിയത്. ഗേ എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ്, അങ്ങനെയൊക്കെയുള്ള ചില സ്റ്റേറ്റ്മെന്റ്സ് നെഗറ്റീവ് ആയതുകൊണ്ടായിരിക്കാം, അത് ഷോയെ ബാധിക്കുമെന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ രതീഷിനെ പുറത്താക്കിയെന്ന് തോന്നുന്നു. എന്തായാലും രതീഷ് പുറത്തു പോകേണ്ട ആൾ തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു പോകേണ്ട ആൾ തന്നെയാണ്. ഇയാൾ ബിഗ് ബോസ് ഷോ വിജയിച്ചാൽ അത് ഷോയ്ക്ക് തന്നെ ഒരു കളങ്കമായിരിക്കും എന്നാണ് സത്യം. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് ഹൗസിലെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു. കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.